പെരുമ്പാവൂർ ജിഷ കൊലക്കേസിൽ 8ാം ദിനവും പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. എന്നാൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര അറിയിച്ചു. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ADGP K പത്മകുമാർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യതീഷ് ചന്ദ്ര. കേസ് അന്വേഷണത്തിൽ സംസ്ഥാന പോലീസിന് വീഴ്ച വന്നിട്ടില്ലെന്ന് DGP TP സെൻകുമാർ പറഞ്ഞു. ജിഷ കൊലക്കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചതിനു ശേഷം നടന്ന ആദ്യ യോഗത്തിൽ ADGP K പത്മകുമാർ അടക്കമുള്ള 30-അംഗ സംഘാംഗങ്ങളും പങ്കെടുത്തു. യോഗം 4 മണിക്കൂറോളം നീണ്ടു. ജിഷ കൊലക്കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ആലുവ റൂറൽ SP യതീഷ് ചന്ദ്ര പറഞ്ഞു. എന്നാൽ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും SP പറഞ്ഞു. നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ വിൽ ബ്രേക്ക് എന്ന നമ്മുടെ വിശ്വാസമുണ്ട്. ഇന്ന് തന്നെ നാളെ തന്നെ എന്താ അല്ല, നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്താണ് നമ്മൾ അറസ്റ്റ് ചെയ്ത 2 കഴിഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു. വെളുപ്പിനോട് കൂടി അറസ്റ്റ് ഇതുവരെ അറസ്റ്റ് ആക്കിയിട്ടില്ല. അത് ചോദ്യം എടുത്തുകൊണ്ടേയിരിക്കും. കസ്റ്റഡി ചോദ്യം എടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസിൽ മാക്സിമം നമ്മൾ ചെയ്താൽ മാത്രമേ എവിടെയെങ്കിലും ബ്രേക്ക് ത്രൂ കിട്ടത്തുള്ളൂ. എനിവേ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫുള്ളി ഇൻ ടു ദിസ്. ഇതിനിടെ കേസ് അന്വേഷിക്കുന്നതിൽ സംസ്ഥാന പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം DGP TP സെൻകുമാർ തള്ളി. ഏറ്റവും മികച്ച സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംശയത്തിന്റെ പേരിൽ ആരെയും പ്രതിയാക്കാൻ തയ്യാറല്ലെന്നും DGP പറഞ്ഞു. ഒരു കാര്യമുള്ളത്, ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള പ്രതിയെ മാത്രമേ പിടിക്കൂ. ഒരു സംശയം കൊണ്ട് ആരെയും പ്രതിയാക്കില്ല. എവിഡൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കാരണം കുറേ അധികം വെരിഫിക്കേഷന് ടൈം കൺസ്യൂം ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രതിയെ കണ്ടെത്തി പിടിക്കാൻ വൈകുന്നത്. റിപ്പോർട്ടർ കൊച്ചി, തിരുവനന്തപുരം.